ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് വെഞ്ചരിച്ച വെള്ളത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവ് ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു കുപ്പി നിറയെ വെഞ്ചരിച്ച വെള്ളം കൊണ്ടുവന്നു തന്നു. പകുതി ഞാനെടുത്ത് പകുതി ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. എൻ്റെ അമ്മയുടെ കാലിൽ കടുകുമണി വലുപ്പത്തിൽ ഒരു മറുകു വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് വലുതായി ₹1 കോയിൻ വട്ടത്തിലായി. അതിനു ഭയങ്കര ചൊറിച്ചലായിരുന്നു. 24 മണിക്കൂറും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചൊറിച്ചിൽ എന്തു ചെയ്തിട്ടും ശരിയാവുന്നില്ല. അമ്മ ഒരു ദിവസം രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് വെഞ്ചരിച്ച വെള്ളം കുപ്പിയിൽ നിന്നെടുത്ത് കാലിലൊഴിച്ചു. ഉടൻ തന്നെ വല്ലാത്ത വേദനയും പുകച്ചലും നീറ്റലും ഒക്കെ ഉണ്ടായി. പിറ്റേ ദിവസം ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ല കുറവ് തോന്നി. ചൊറിച്ചലും ഉണ്ടായിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴും അടയാളം പോലുമില്ലാതെ കാലിൽ പൂർണ്ണമായി കർത്താവ് അത് സുഖപ്പെടുത്തി തന്നു. അന്നാണ് ഞാൻ പോലും വെഞ്ചരിച്ച വെള്ളത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ എപ്പോഴും വെഞ്ചരിച്ച വെള്ളം സ്റ്റോക്ക് വയ്ക്കണം. ഞാൻ എവിടെ പോയാലും ഒരു കുപ്പി വെഞ്ചരിച്ച വെള്ളത്തിന് വേണ്ടി എടുത്തു കൊണ്ടുപോകാറുണ്ട്. ഞാൻ ഇടയ്ക്ക് കൃപാസനത്തിലും അട്ടപ്പാടി സെഹിയോനിലും എല്ലാം പ്രാർത്ഥിക്കാൻ പോകുന്ന വ്യക്തിയാണ്. അവിടെ പോയി വരുമ്പോഴെല്ലാം ഞാൻ വെഞ്ചരിച്ച വെള്ളം കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട്. നിങ്ങളും അതുപോലെ എവിടെ പോയാലും വെഞ്ചരിച്ച വെള്ളം കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് വീടിന് ചുറ്റും തളിച്ചു കൊടുക്കണം. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത അസുഖങ്ങളുള്ളവർക്കും ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും ശാരീരിക രോഗപീഠകളൊക്കെ വരുമ്പോൾ ഈ വെഞ്ചരിച്ച വെള്ളം വിശ്വാസത്തോടെ കുടിക്കാൻ കൊടുക്കണം. എന്ത് ചെയ്യുമ്പോഴും വിശ്വാസത്തോടെ ചെയ്യണം. ഈശോ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസമില്ലാത്തവർക്ക് എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് എന്ന്. സ്നേഹമുള്ളവരെ, നമ്മൾ അനുദിനം പൈശാചിക ശക്തികളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ വീണുപോകും. ആ വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കാൻ പെട്ടെന്ന് സാധിക്കില്ല. കർത്താവെ, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കണമേ. അവരെ വചനം കൊണ്ട് നിറയ്ക്കണമേ. വചനം വായിക്കാനും മനസ്സിലാക്കാനുമുള്ള തടസ്സങ്ങൾ മാറ്റണമേ. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഓരോ മക്കളെയും ഈ നിമിഷം യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ മേൽ കരുണ കാണിച്ച് അവരെ സഹായിക്കണമേ. ആമേൻ.